ഹായ് ഹലോ അസ്സാം വലൈക്കും. നസ്ഫറുന്നിസ 27 എന്ന് പറഞ്ഞ ഞങ്ങളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇതെവിടെയാണ് സ്ഥലം? ഒരുപാട് മുന്നേ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാതാണ് വാഴക്കാട് കേട്ടോ. അതായത് ഹസ്ബൻഡിൻ്റെ നാട് കേട്ടോ. ഹസ്ബൻഡെന്ന് പരാമർശിക്കലിൽ ഇപ്പം ഇനി അർത്ഥം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു ഒപ്പ് കൂടി ഇട്ടാൽ ആ ബന്ധത്തിൽ ഇനി വാല്യൂ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കുടുംബശ്രീൻ്റെ ഒരു ഒപ്പിടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ആ ഒപ്പിടാൻ വേണ്ടി പോയ സമയത്ത് എടുത്ത വീഡിയോ കേട്ടോ അത്. അതായത് നെൽപ്പാടങ്ങളൊക്കെ അടിപൊളിയായിട്ട് എന്താ പറയുക, അടിപൊളിയായിട്ടിങ്ങനെ ചിരിച്ചിരിക്കുക എന്നൊക്കെ പറയാം, അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് ഭയങ്കര രസമാണ് കേട്ടോ. വാഴക്കാട് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നൊരു കാഴ്ചയാണത്. ഈ പാടത്തൊക്കെ നോക്കി ഇങ്ങനെ നടക്കുമ്പോൾ ഈ ടൈമിന് നെൽപ്പാടങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ഇത് കാണാം കേട്ടോ. അപ്പോൾ എത്ര കണ്ടാലും കൊതി തീരൂല കേട്ടോ. കുറേ ആൾക്കാർ ഷൂട്ടിങ്ങിനൊക്കെ വരലുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കേട്ടോ വാഴക്കാടുള്ള എൻ്റെ അയൽവാസികൾ. അപ്പോൾ ഞാൻ ആ 2 കാര്യത്തിന് വേണ്ടി വാഴക്കാട് പോയപ്പോൾ 2 പ്രാവശ്യം എടുത്ത വീഡിയോ കേട്ടോ അത്. ഫസ്റ്റ് പോയത് ഞാൻ അധികാർ സഭായിനാണ്. ആ സമയത്ത് എൻ്റെ ഉപ്പാക്ക് ഞങ്ങൾ നിന്നുണ്ടായിരുന്ന ആ വീട് കാണണം പറഞ്ഞപ്പോൾ അതിന് വേണ്ടി പോയപ്പോഴും കുറച്ച് ഭാഗം എടുത്ത് ഫസ്റ്റിലെടുത്തത്. പിന്നെ അതാണ് അധികാർ സഭ നടക്കുന്ന സദസ്സ് കേട്ടോ. എന്താ അറിയില്ല, ഈ അധികാർ സഭയിൽ പോകുമ്പോൾ അവിടെ ഭയങ്കര സന്തോഷം കേട്ടോ. ആ ഒരു സദസ്സിൽ പങ്കെടുത്ത് നമുക്ക് പോന്നു കഴിഞ്ഞാൽ ഭയങ്കര മനസ്സ് ഫ്രീ ആവും. പിന്നെ അതിന് പോയി അതൊക്കെ പങ്കെടുത്തു. അങ്ങനെ എടുത്തപ്പോൾ ആ ഫസ്റ്റ് തന്നെ എടുത്ത ആ ഒരു ഭാഗം. പിന്നെ ഞാൻ ഈ കുടുംബശ്രീൻ്റെ ഒപ്പിട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് എടുത്തതാട്ടോ അതൊക്കെ. വാഴക്കാടുള്ള അധികം ആൾക്കാരും വാഴക്കൃഷി, നെൽകൃഷി, പൂള, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ. പൂള പറയുമ്പോൾ കപ്പട്ടോ, അങ്ങനെ കൃഷിയൊക്കെ ചെയ്യുക. നെൽപ്പാടങ്ങൾ ഒഴിഞ്ഞിരിക്കില്ല കേട്ടോ. അതിൻ്റെ ഒരു സീസൺ ആകുമ്പോൾ ഫുള്ള് നിറഞ്ഞു നിൽക്കും കേട്ടോ. നല്ല അധിക പേരും കർഷകരാണ് കേട്ടോ അവിടെ ഉള്ളവരൊക്കെ. അങ്ങനെ ഞാൻ ഈ വാഴക്കാടക്ക് അയൽവാസികളുടെ അടുത്തേക്ക് കുറേ കാലത്തിന് ശേഷം ഞാൻ പോവുമായിരുന്നു കേട്ടോ. അവിടുന്ന് പോന്ന് വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ ഒരുപാട് കാലത്തിന് ശേഷം ഉമ്മാനെ നോക്കാൻ വേണ്ടി പോകുമ്പോൾ എപ്പോഴും പോകുമെങ്കിൽ കൂടിയിട്ട് എനിക്ക് വയ്യാണ്ടായിട്ട് ഒരു 5-6 മാസമായതിന് ശേഷം പിന്നെ ഞാൻ പോകുന്ന അപ്പോഴാട്ടോ. അങ്ങനെ പോയപ്പോൾ എന്താ പറയുക, ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ വാഴക്കാടുള്ള എൻ്റെ ഓരോ അയൽവാസികളും കാണിച്ചത്. ഭർത്താവിൻ്റെ വീട്ടുകാർ എന്നെ വെറുത്തിട്ടായാലും എന്താ വെച്ചാൽ നമ്മളോട് ഇഷ്ടമില്ലെങ്കിലും പിന്നെയും ഭർത്താവ് എന്ന് പറയും കേട്ടോ. ഞാനിങ്ങനെ ആരും ഒന്നും തോന്നരുത് കേട്ടോ. ഒരൊറ്റ ഉപ്പ് കൂടി ഇട്ടാൽ ആ ഒരു തീരും. ഞാൻ നഷ്ടപരിഹാരമോ കാര്യങ്ങളോ ഒന്നും ആവശ്യപ്പെട്ടിട്ടേ ഇല്ല. അതുകൊണ്ട് നീ ഒന്നും ചെയ്യാനില്ല. വക്കീലിൻ്റെ അടുത്ത് കണ്ടതാണ് ഒരൊപ്പം കൂടി ഇടാനുള്ളത്. അപ്പോൾ ഡിവോഴ്സ് തന്നെ പറയാം, ഡിവോഴ്സായി ഇരിക്കുന്ന പോലെ തന്നെ. അപ്പോൾ പക്ഷെ എന്നാലും ഹസ്സിൻ്റെ വീട്ടുകാർ നമ്മളോട് ഒരു പരിഗണന കാണിച്ചില്ലെങ്കിലും, മക്കളോട് കാണിച്ചില്ലെങ്കിലും അവിടെ ആ വാഴക്കാടുള്ള അയൽവാസികളുണ്ടോ ഭയങ്കര സ്നേഹമായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ ഒരുപാട് ആൾക്കാരെ ഞാൻ ആരും വിളിക്കാറില്ല, സംസാരിക്കാറില്ല, ഒന്നും പറയാനില്ലാത്തതിനോട് ഓരോമായിട്ട് ആരടുത്തും എനിക്ക് കോണ്ടാക്റ്റ് ഇല്ല കേട്ടോ. പക്ഷെ ഞാൻ ഒരുപാട് കാലത്തിന് ശേഷം ആരോ വീട്ടിലേക്ക് പോയപ്പോൾ പണ്ട് എന്നോട് എങ്ങനെയാണോ പെരുമാറിയത് അതിനപ്പുറത്തേക്ക് പെരുമാറി എന്ന് പറയാം. അത്രയും സ്നേഹത്തോടെ എല്ലാവരും ഭക്ഷണം കഴിക്കാനും സുഖവിവരങ്ങൾ അറിയാനും സ്നേഹത്തോടെ എന്നോട് പെരുമാറിയിട്ടോ. ഭയങ്കര സന്തോഷമായി എനിക്ക്. എന്നും നമ്മളെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമല്ലേ. ഇങ്ങനെ ഈ പച്ചപ്പാർന്ന പാടം ഇങ്ങനെ കാണുമ്പോൾ അത് വല്ലാത്തൊരു ഫീലല്ലേ, നൊസ്റ്റാൾജിയ ഫീല് കിട്ടൂലേ. എന്തൊരു ഭംഗിയാലേ കാണാൻ. നമ്മളെ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഭയങ്കര രസമാട്ടോ ഇത് കണ്ടിരിക്കാൻ. എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം ഈ ഭംഗി കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. അങ്ങനെ ചെറിയ രീതിയിലൊക്കെ എനിക്ക് വാഴക്കാടുള്ള അയൽവാസികളൊക്കെ ചെറിയൊരു ഹെൽപ്പൊക്കെ ചെയ്തിട്ടാട്ടോ എന്നെ വിട്ടത്. നല്ലൊരു ഇതാണ്. അപ്പം എന്നോട് പറഞ്ഞ് നോമ്പൊക്കെ ആകുമ്പോൾ ഈ ഇങ്ങോട്ട് വരണം കേട്ടോ, അവരെ വീടുണ്ടാക്കുമ്പോൾ ഞങ്ങളോടൊക്കെ പറയണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്ന ഉമ്മ ഉണ്ടല്ലോ, ഉമ്മാൻ്റെ അടുത്ത് പോയി കുറച്ച് നേരം സംസാരിച്ച് ഉമ്മ ഭക്ഷണം കഴിക്കാൻ പോവുമായിരുന്നു. എന്നെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം ഉമ്മാക്ക്.
ഈ എന്താ വരാത്തൊക്കെ ചോദിച്ചു. എന്നെ കറക്റ്റ് ഓർമ്മ ഉണ്ടായിട്ടാണ് ഉമ്മ പറഞ്ഞതെന്നറിയില്ല. പക്ഷെ ഉമ്മ വന്നപ്പോൾ ഭയങ്കര ചിരിയായിട്ടും മോള് പോവല്ലേ എന്ന് പറഞ്ഞിട്ടൊക്കെ എന്നോട് ഭയങ്കരമായിട്ട് സംസാരിച്ചിട്ടോ ഉമ്മ. ആ ഉമ്മാനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. ഞാൻ ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ വീഡിയോ കാണുന്നവർക്കും ലൈവ് ഇട്ടിട്ട് കാണുന്നവർക്കൊക്കെ അറിയാം. പുതുതായിട്ട് കാണുന്നവർക്കൊക്കെ അതിനെപ്പറ്റി അറിയത്തുള്ളൂ. അപ്പോൾ മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടാൽ ഏകദേശമൊക്കെ മനസ്സിലാവും കേട്ടോ. ഞാൻ പല ജോലികളും ട്രൈ ചെയ്ത ആളാണ്. ഒരു ജോലിയിൽ എനിക്ക് 5-6 മാസം 1 വർഷമൊക്കെ നിൽക്കാൻ പറ്റിയിട്ടുള്ളൂ. ചില ജോലിയെ 2 വർഷമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ജോലി ചെയ്തിട്ട് ഇക്ര ഹോസ്പിറ്റലിൽ കയറിയിട്ടുണ്ടായിരുന്നു വാഴക്കാട്. ഇക്ര ഹോസ്പിറ്റലിൽ കയറി അവിടെയുള്ള പഴയ സ്റ്റാഫുകളൊക്കെ കണ്ടിട്ടോ. അങ്ങനെ ഏതായാലും എന്താ പറയുക, നല്ലൊരു സന്തോഷമുള്ള കാര്യങ്ങളായിട്ടോ അന്ന് അവിടെ പോയപ്പോൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ. പിന്നെ ഞാൻ അതുകാരണം പോയ പള്ളി ലാസ്റ്റിലെ വീഡിയോയിലേക്ക് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ദൂരേന്ന് നോക്കിയാൽ നമുക്ക് ആ പള്ളി കാണാം കേട്ടോ. ഇപ്പോൾ ആ പള്ളി നവീകരിച്ച് ഉഷാറാക്കി എടുത്തത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതുക്കാർ സഭയിലൊക്കെ പങ്കെടുക്കാനൊക്കെ നോക്കുക. എന്നുവെച്ചാൽ നല്ലൊരു എന്താ പറയുക, നല്ല മാനസികമായിട്ടൊരു സന്തോഷം കിട്ടും ഇതിലൊക്കെ പങ്കെടുത്താൽ കേട്ടോ. അങ്ങനെ ഏതായാലും എന്താ പറയുക, ഇനി എപ്പോഴേ വാഴക്കാടക്ക് പോകുന്നൊന്നും എനിക്കറിയില്ല. ഇതാട്ടോ അതുക്കാർ സഭ പങ്കെടുത്ത ആ പള്ളി. അതായത് ഞാനവിടെ നിൽക്കുമ്പോൾ ഞങ്ങളൊക്കെ മഹല്ല് പള്ളിയായിരുന്നു കേട്ടോ. ഇനിയിപ്പം മഹല്ല് പള്ളിയെന്ന് എനിക്ക് പറയാൻ പറ്റൂല, മക്കൾക്കൊക്കെ മഹല്ല് പള്ളിയായിട്ട് നിൽക്കുന്നത്. പക്ഷെ ഇനിയും ഞാൻ ആ അതുക്കാർ സഭയിൽ പങ്കെടുക്കാൻ ഇൻഷാ അല്ലാഹ് അവിടേക്ക് പോകട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.